ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന 22 മാവോയിസ്റ്റുകളെ വധിച്ചു. ബീജാപൂർ ജില്ലയിലെ കരേഗുട്ട കുന്നുകൾക്ക് സമീപമായിരുന്നു ഏറ്റുമുട്ടൽ. സിആർപിഎഫും ഛത്തീസ്ഗഡ് പോലീസും നടത്തിയ പ്രത്യേക തിരച്ചിലിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടൽ നടന്നത്. ഈ വർഷം നടക്കുന്ന ഏറ്റവും വലിയ മാവോയിസ്റ്റ് വേട്ടയാണ് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കരേഗുട്ട കുന്നുകൾക്ക് താഴെയുള്ള വനത്തിൽ നടന്നത്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് സുരക്ഷാ സേന ആയുധങ്ങളും കണ്ടെടുത്തു. കഴിഞ്ഞ മാസം 21-ന് സിആർപിഎഫും ഛത്തീസ്ഗഡ് പോലീസുമായി ബീജാപൂർ ജില്ലയിൽ ആരംഭിച്ച പ്രത്യേക ഓപ്പറേഷനിൽ 20,000-ത്തിലധികം സുരക്ഷാ സേന അംഗങ്ങളാണ് പങ്കെടുക്കുന്നത്. മാവോയിസ്റ്റുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയോ കീഴടങ്ങുന്നവരെ പുനരധിവസിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് നടത്തുന്ന മിഷൻ സങ്കൽപ്പിന്റെ ഓപ്പറേഷനിൽ നടപടികൾ തുടരുകയാണെന്ന് छत्तीसगढ़ मुख्यमंत्री विष्णुदेव साई व्यक्तमाकी। छत्तीसगढ़ और तेलंगाना का जो बॉर्डर है, करेगुट्टा का जो पहाड़ी है, उस पर नक्सली ऑपरेशन चल रहा है और बड़ी सफलता हमारे सशस्त्र जवान को उसमें मिला है। अभी तक 22 से ज़्यादा नक्सलियों के डेड बॉडी मिले हुए हैं और अभी वहाँ पर ऑपरेशन जारी है। ചരിത്രത്തിലാദ്യമായാണ് ഇത്ര വലിയ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടക്കുന്നതെന്നും കഠിനമായ ചൂടിനെയും അവഗണിച്ചാണ് സുരക്ഷാ സേന മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ നടത്തുന്നതെന്നും ഛത്തീസ്ഗഡ് നിയമസഭാ സ്പീക്കർ രമൺ സിംഗ് സൂചിപ്പിച്ചു. बीजापुर में लगातार पिछले 10-12 दिन से ऑपरेशन चल रहा है। इतना लंबा ऑपरेशन मैं समझता हूं कि नक्सल आंदोलन के इतिहास में अभी तक मैंने नहीं देखा और लगातार 10,000 8,000 पुलिस जवान उस पूरे पहाड़ी को घेरे हैं जो इनका मुख्यालय कहलाता है। वहाँ घुस के 42-44 टेम्परेचर में हमारे जवान जिस बहादुरी से काम कर रहे हैं और अब रिजल्ट भी आ गया। മാവോയിസ്റ്റുകളുടെ ഏറ്റവും ശക്തമായ വിഭാഗമായി കണക്കാക്കപ്പെടുന്ന ആയുധധാരികളുടെ ബറ്റാലിയൻ നമ്പർ 1 തെലങ്കാന സംസ്ഥാന കമ്മിറ്റിയിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നത മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം കരേഗുട്ട കുന്നുകൾക്ക് ചുറ്റുമുള്ള ഇടതൂർന്ന വനത്തിൽ അവശേഷിക്കുന്നുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരം. ജനം, ഡൽഹി.